IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ മടങ്ങിയെത്തും. കൈവിരലിനേറ്റ പരുക്ക് ഭേദമായി. അതിനെ തുടർന്നാണ് ഈ തീരുമാനമെത്തുന്നത്. വിക്കറ്റ് കീപ്പർക്കൊപ്പം ടീമിന്റെ നായക പദവിയും സഞ്ജു ഏറ്റെടുക്കും. കൈവിരലിനേറ്റ പരുക്ക് കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളിലും ബാറ്ററായി മാത്രമാണ് സഞ്ജു കളിച്ചത്. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അനിൽ, സഞ്ജു ഫാൻസിന് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് വരുന്നത് അല്ലേ? ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടെയാണ് ഇന്ത്യക്കായി കളിക്കുന്നതിനിടെയാണ് സഞ്ജു സാംസന്റെ കൈവിരലിന് പരിക്കേറ്റത്. അദ്ദേഹം അതിന് പിന്നാലെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്തു. IPL-ന് മുമ്പായി അദ്ദേഹം ടീമിനൊപ്പം ചേർന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് BCCI എക്സലൻസ് സെന്ററിൽ നിന്ന് നൽകിയിരുന്നില്ല. അതിന് പ്രകാരം അദ്ദേഹം ബാറ്ററായി മാത്രമാണ് കളിച്ചിരുന്നത്. അതായത് ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രം അദ്ദേഹം ഗ്രൗണ്ടിലെത്തും. അതിനുശേഷം ഫീൽഡിംഗ് സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടീമിന്റെ നായകനായി റിയാൻ പരാഗാണ് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചത്. അപ്പോൾ സഞ്ജു ക്യാപ്റ്റനായി മടങ്ങിയെത്തുന്നത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ആദ്യ 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിലും രാജസ്ഥാൻ തോറ്റു. കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് രാജസ്ഥാന് ജയിക്കാനായത്. അപ്പോൾ സഞ്ജു വരുന്നതോടുകൂടി വലിയൊരു ഊർജ്ജം രാജസ്ഥാൻ ടീമിനെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സഞ്ജുവിന്റെ കീഴിൽ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക്, അതായത് ക്വാളിഫയർ 2 വരെയൊക്കെ തന്നെ യോഗ്യത നേടാൻ കഴിഞ്ഞ തവണ രാജസ്ഥാൻ ടീമിനായിരുന്നു. അപ്പോൾ സഞ്ജുവിനെ പോലെ ഒരു എക്സ്പീരിയൻസ് താരം വരുന്നത് രാജസ്ഥാൻ റോയൽസിനെ പോലെ ഒരു ടീമിനാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ തോറ്റു നിൽക്കുന്ന അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ട് കിട്ടിയിരിക്കുന്ന സമയത്ത് സഞ്ജു വരുന്നത് വലിയ സന്തോഷമാണ്. കേരളത്തിലുള്ള ആരാധകർക്കും മലയാളി ആരാധകർക്കും സഞ്ജുവിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഈ മടങ്ങിവരവ് മുഴുവൻ സമയവും സഞ്ജുവിനെ ഫീൽഡിൽ കാണാം, ഗ്രൗണ്ടിൽ കാണാം എന്ന തരത്തിലുള്ള ആ ഒരു സന്തോഷം കൂടിയുണ്ട്. സ്മിത. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ആദ്യത്തെ കളികളിൽ രാജസ്ഥാൻ റോയൽസ് ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ അതിൽ ഈ റിയാൻ പരാഗ് എടുത്ത ചില തീരുമാനങ്ങളൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞ ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ സഞ്ജു വരട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ സഞ്ജു വരും, എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ. അങ്ങനെ സംഭവിക്കട്ടെ.